ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ച സീരീസ്. അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനം ചെയ്യണ്ട, അത് ഇങ്ങനെ യൂട്യൂബിലാണ് വിചാരിക്കുന്നത്, അല്ല എൻ്റെ ക്രിയേറ്റീവ് ഫീൽഡ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇത് കുറച്ച് ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തില്ല. അപ്പം ഇതൊരു ടിഷ്യൂ പേപ്പർ, ഇതിൽ കുറച്ച് ഡിസൈൻ ഉണ്ട്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡോട്ട്സ് ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചേടാ, ഇത് ഞാൻ സ്കെച്ച് പെൻസിൽ ആ ഡോട്ട് ട്രേസ് ചെയ്തിട്ട് ഞാൻ ഒറ്റക്കായിട്ട് എൻ്റെ ക്രിയേറ്റീവ് ഫീൽഡിൽ ഞാൻ ഇത് ചെയ്ത്. ഇനി ഇത് താഴെ വരെ ചെയ്യണം. അതെങ്ങനെ അറിയാം? ഇതാ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ടിഷ്യൂ പേപ്പർ വേണം. ഇങ്ങനത്തെ പ്ലെയിൻ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ വെറുതെ ഡോട്ട്സൊക്കെ ഇങ്ങനെ പെൻസിലിൽ ഡ്രോ ചെയ്യാം ലൈറ്റായിട്ട്. പിന്നെ ആ ഡോട്ട്സിൽ ഇങ്ങനെ ഡോട്ട് ചെയ്തിട്ട് അങ്ങനെ. എനിക്ക് ആവശ്യമില്ല, അത് എനിക്ക് ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് ഈ ഫുള്ള് ഇന്ന് രാത്രി ഇപ്പം ഈ ബ്രൗണ് ചെയ്തതാണ്. അപ്പം എനിക്ക് ഈ ബ്രൗണ് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, കാണണ്ടോ? ആ, കാണില്ലേ? ഞാനിത് കാണിച്ചു തരാം. ഈ ഡോട്ട്സൊക്കെ ഇങ്ങനെ കാണില്ലേ? ഇതാ, ശ്രദ്ധിച്ചോക്ക്, കുറച്ച് ഡോട്ട്സ് കാണില്ലേ? ശ്രദ്ധിച്ചോക്ക്, ഡോട്ട്സ് കാണില്ലേ? ആ ഡോട്ട്സിലാണ് ഞാൻ ഇങ്ങനെ കളർ ചെയ്യണേ. മനസ്സിലായോ? ഞാനിപ്പോൾ ഇരിക്കുന്ന ഏത് കളറാണ്? അപ്പോൾ ഈ കളറാണ്. കണ്ടോ? ഈ കളറ് ഈ കളറാണ്. ഈ കളറ് ഞാൻ ഇവിടെ വെച്ചിട്ട് എന്താണ് ഒന്ന് ലീവ് ചെയ്യാറ് ഡോട്ട്, അത് വേറെ കളറിനാണ്. ഇപ്പം ഈ കളർ ഇടാണ്. ഞാൻ ഡോട്ടൊക്കെ ലീവ് ചെയ്ത്. ഓക്കെ, ഞാൻ ഡോട്ട് കുറച്ച് ലീവ് ചെയ്തതാ, കണ്ടോ? ഇവിടുത്തെ കുറച്ച് ഡോട്ട് ലീവ് ചെയ്തില്ലേ? ഇനി അത് ഞാൻ ഈ കളറിലാക്കണം. ഈ കളറേ, ആ കളറ് ഇവിടെ ഇങ്ങനെ ഡോട്ട്, ആ ഡോട്ട്സിലോട്ട്. അപ്പം നിങ്ങൾ ഇതിൽ കുറച്ച് കെയർഫുൾ ആവണം. എന്താ പറയുക, ഇത് ഞാൻ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കിയ ടുഗെദർ. അത് ഈ ഫോറില്ലേ, ആ 4 ഡോട്ട്സ് ലീവ് ചെയ്യണം. ബാക്കിയൊക്കെ ഫുള്ള് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ ആ 4 ഡോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ മറ്റേ സൈഡ് ചെയ്യുമ്പോൾ ആ 4 ഡോട്ട്സ് ലീവ് ചെയ്യണം. അങ്ങനെ കുറേ ടൈംസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ കുറച്ച് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കയ്യിൽ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡും ഓറഞ്ചാണ്. അപ്പം ഇത് റെഡ്, പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന റെഡ് ആയിരുന്നു, അത് ലൈറ്റ് റെഡാണ്. എൻ്റെ അടുത്ത് ഓറഞ്ച് ഇല്ല. അപ്പം ഈ ലൈറ്റ് റെഡ് യൂസ് ചെയ്യുമ്പോൾ നോക്കിക്കോ കളറ്. ഇതാ, ഈ കളറാണ്. ഞാൻ നല്ല എന്താ പറയുക, എൻ്റെ അടുത്ത് ഓറഞ്ച് ഒന്നുമില്ല. അപ്പം നോക്കുമ്പോൾ ഇത് ഓറഞ്ചാ. അപ്പം ഇത് മതിയില്ലേ? മതിയില്ലേ? ഓക്കെ, ഓറഞ്ച് ഇവിടെ വെച്ചേ. ആ 4 ഡോട്ട്സ് ഇല്ലേ, അതിൻ്റെ അപ്പത്തെ ഫസ്റ്റ് ഡോട്ട് കളർ ചെയ്യണം. പിന്നെ ഇങ്ങനെ ലീവ് ചെയ്ത് പിന്നെ മറ്റേ സൈഡും 4 ഡോട്ട്സ് ലീവ് ആക്കണോ നോക്കട്ടെ. വേണ്ട വേണോ ആവശ്യമുണ്ടോ? വേണ്ട, സാധനം. ഓക്കെ, അപ്പോൾ ലീവ് ഒന്നും ചെയ്തല്ല, അതിനിങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചത്. കുറേ നേരം എടുക്കും ചിലപ്പോൾ, ഇത്ര ഒന്നുമില്ല. ഞാൻ എന്തിപ്പോൾ ചെയ്യാനാ ഇവിടെ? ഞാൻ എന്തിപ്പോൾ ചെയ്യാനാ? ഞാൻ ലീവ് ചെയ്തേനി. പിന്നെ ആ 4 ലൈൻസിൽ താഴെ ഒന്ന് ലീവ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ അക്രീലിക്കോ അല്ലെങ്കിൽ നോർമൽ ഒക്കെ യൂസ് ചെയ്ത്. ഞാൻ അക്രീലിക്കാണ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ആ ബ്രൗണിൽ 4 ലൈൻസ് ലീവ് ചെയ്തില്ലേ, ഇനി അവിടെ കളർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടോ?
നല്ല ഭംഗിയാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഇത് ചെയ്യാണ്. ഞാൻ ബിലീവ് ചെയ്യാണ് എൻ്റെ ഐസിൽ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ചെയ്യണം. ഇനി റെഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ഫുള്ള്? നിങ്ങൾ പറയണ ഇത് 1 to 10 ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാ വെച്ചാൽ. പിന്നെ സബ്സ്ക്രൈബ് വേണം. അത് എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതെനിക്ക് കുറച്ച് പാട് കണ്ടില്ലേ? എത്ര സ്മോളത്. ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാനറിയോ? ഇത് ഞാൻ ലോങ്ങർ ആക്കാറ്റില്ല. എൻ്റെ കയ്യിലൊക്കെ ആയില്ല ഓൾറെഡി. ഈ കയ്യിൽ ഇങ്ങനെ ആയില്ലേ. അപ്പം എൻ്റെ ഈ കയ്യിലിതാ. ഞാൻ എന്തിപ്പോൾ ചെയ്യാനാണ് പേര് ഇതെന്താണ് ഇങ്ങനെ ട്രൈ ചെയ്യാം. മനസ്സിലാവും. ഉനത്ത പാപ്പ ജിങ്കല പാപ്പ, 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 ഉനത്ത പാപ്പ ജിങ്കല പാപ്പ. ഓ, ഇനി ഞാൻ ഇത്രയൊക്കെ ആക്കി കണ്ടോ താഴത്ത്. ഇത് കുറേ നേരം എടുക്കാണ്ട് ഒരു 10,000 മില്യൺ ഡേയ്സാ. ഇങ്ങനെ കുറേ പറഞ്ഞ ഇത്രയൊക്കെ ഇത്രയൊക്കെ ഇത്രയൊക്കെ. ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, 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 ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. ഇത് കുറേ നേരം. ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. അപ്പം ഞാൻ സെക്കൻഡ് ലൈൻ ഫിനിഷ് ആക്കി. സെക്കൻഡ് ലൈൻ എന്താ പറയുക, ഞാൻ ടീർ ചെയ്യുമ്പോൾ ബാക്കിൽ ഇങ്ങനല്ലേ അല്ല, അത് ഞാൻ ഒന്ന് ടീർ ചെയ്തില്ലേ, ഒന്ന് ടീർ ചെയ്താൽ ഫുള്ള് കാണും. അപ്പം അത് സാരില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. ഉനത്ത പാപ്പ, ഇത് എന്താ സിംഗാണ് ടുഗെദർ. ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. നിങ്ങളെ ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ, ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. ഇത് ഉനത്ത പാപ്പ ജിങ്കിൾ പാപ്പ പറഞ്ഞ എന്താ പറയുക, വേർ ഇസ് മൈ ഫാദർ, വേർ ഇസ് മൈ ഫാദർ. അതൊരു സോങ് ആണ്. അത് പാപ്പ ഊത്തേ എന്താ ഇപ്പം ഉനത്ത പാപ്പ. അത് എന്താ വേറൊക്കെ ഫസ്റ്റ് അതിൽ എന്താ പറയുക ഒരു കുറച്ചൊക്കെ വേർഡ്സ് പറയും. പിന്നെയാണ് ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. ഒരു യൂട്യൂബിൽ ഒരു ടൈഗറും പിന്നെ ഒരു ബേബി ലയണാണ്, അല്ല ഒരു ലയണും പിന്നെ ഒരു ബേബി ലയണാണ്. അതാണ് ഉനത്ത പാപ്പ. ആ ബേബി ലൈന് പറയാണ് വേർ ഇസ് മൈ ഫാദർ, വേർ ഇസ് മൈ ഫാദർ. ആ ഫാദർ അവിടെ തന്നെ ഉണ്ട്. ഉനത്ത പാപ്പ ജിങ്കൽ പാപ്പ. ഓ കഴിയാനേ. വാ
ഐ ലൈക്ക് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കോമൻറ്റ് ചെയ്യണം നമുക്ക് ഇഷ്ടമായി. ഓക്കെ, എന്തെങ്കിലും കോമൻറ്റ് ചെയ്തോ, ഞാൻ ഫണ്ണിയാണ്. അപ്പം ഞാൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇതാ ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇങ്ങനത്തെ ടൂവും കൂടി ഞാൻ ഉണ്ടാക്കുവേ. ഞാൻ ഉണ്ടാക്കിയിട്ട് പിങ്കും പിന്നെ ബ്ലൂ ഉണ്ടാക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം എനിക്ക് ഇഷ്ടമുണ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല ഇഷ്ടമായിന് ഇങ്ങനെ റൂഡാവല്ലേ, ഇഷ്ടമായില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഫോട്ടോ എടുത്തോ. ഓക്കെ, ഞാൻ ഇതാ തൽക്കാലത്തിന് ഞാൻ ഇങ്ങനെ വെക്കാം. ഫോട്ടോ എടുത്തില്ലേ? അപ്പം അതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമായത് കോമൻറ്റ് ചെയ്യണം. പിന്നെ ആ ചെറിയതാണോ വലുതാണോ ഇഷ്ടമായത് അതും കോമൻറ്റ് ചെയ്യണം. അതാണ് ഞാൻ നിങ്ങൾക്ക് കേട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കോമൻറ്റ് ഏതെങ്കിലും വീഡിയോസിൽ, ഇപ്പം എൻ്റെ സൈൻ ലബാൻ വീഡിയോസല്ലോ അതിൽ ഏതെങ്കിലും കോമൻറ്റ് ചെയ്യണേ. കോമൻറ്റ് ചെയ്തില്ലെങ്കിൽ ന്യൂ വീഡിയോസ് ഇടും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 വീഡിയോയിൽ കോമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കോമൻറ്റ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.